ഡിയർ സ്റ്റുഡൻസ്, ഇംപ്രൂവ്മെൻറ്റ് എക്സാം സ്പെഷ്യലിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതുവരെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ പേനയും പേപ്പറും എല്ലാം എടുത്ത് റെഡിയാവുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 31th question. Check whether the equation t equal to 2 pi root m divided by g is dimensionally correct, where t is the time period, m is the mass of the bob, g is the acceleration due to gravity. Clear? അതായത് ഈ ഇക്വേഷൻ ഡയമെൻഷൻ പ്രകാരം കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ക്ലിയർ? ചെയ്തു നോക്കൂ. പേനയും പേപ്പർ എടുത്ത് ഒന്ന് ചെയ്യൂ. ചെയ്ത് നോക്കിയോ? അപ്പോൾ ഇത്തരം ഇക്വേഷൻസ് വരുമ്പോൾ, അതായത് സ്ക്വയർ റൂട്ട് വരുന്ന ഇക്വേഷൻസ് വരുമ്പോൾ ഒന്നുകിൽ ഡയറക്റ്റായിട്ട് അങ്ങനെ ചെയ്തു പോവാം, അല്ല എങ്കിൽ നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതൊന്ന് സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു അല്ലേ 4 പൈ സ്ക്വയർ എം ഡിവൈഡഡ് ബൈ ജി എന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആ റൂട്ട് അങ്ങ് ഒഴിവായി കിട്ടും. അപ്പോൾ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാവും. അല്ലാതെയും ചെയ്യാം കേട്ടോ, റൂട്ട് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ എൽ എച്ച് എസിൻ്റെ ഡയമെൻഷൻ നോക്കൂ. എൽ എച്ച് എസ് എന്ന് പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ടേം ടി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് M0 L0 ടി സ്ക്വയർ. ദെൻ ആർ എച്ച് എസിൻ്റെ ഡയമെൻഷൻ, ആർ എച്ച് എസിൽ ആദ്യം വരുന്നത് 4 പൈ സ്ക്വയർ ആണ്. അത് പറഞ്ഞു, ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല. ഇനി എം ഡിവൈഡഡ് ബൈ ജി എന്നുള്ള ടേമിൻ്റെ ഡയമെൻഷൻ. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ബോഡിയാണ്, ജി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പോൾ എമ്മിനെ നമുക്ക് M1 എന്ന് എഴുതാം. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? L1 t⁻². ഓക്കെ, ഇനി ആ താഴെയുള്ള ക്വാണ്ടിറ്റികൾ നമ്മൾ നേരെ മുകളിലോട്ട് എടുക്കണം. അപ്പോൾ M1 എന്തായിരിക്കും? L⁻⁻1 t⁻². അപ്പോൾ നോക്കിയേ, എൽ എച്ച് എസിൻ്റെയും പിന്നെ ആർ എച്ച് എസിൻ്റെയും ഡയമെൻഷൻ തുല്യമായിട്ടാണോ കിട്ടിയത്? അല്ല. ദ ഡയമെൻഷൻസ് ഓഫ് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് ആർ നോട്ട് ഈക്വൽ. ദാറ്റ് മീൻസ് ദ ഇക്വേഷൻ ഈസ് റോങ്. അപ്പോൾ ഇത് ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്തത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 32. സെലക്ട് ദി കറക്റ്റ് ആൻസർ. എ, ലൈറ്റ് ഇയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. ചോയ്സ് തന്നിട്ടുണ്ട്: ടൈം, ലെങ്ത്, ഇയർ, വെലോസിറ്റി. ബി പാർട്ട്, കിലോ വാട്ട് ഹവർ ഈസ് ദ യൂണിറ്റ് ഓഫ് ഡാഷ്. എനർജി, പവർ, ടൈം, മാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതായിരുന്നു അല്ലേ, ലൈറ്റ് ഇയർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ലെങ്ത്തിൻ്റെ അല്ലേ. ലെങ്ത്തിൻ്റെ വളരെ വലിയ യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അതിൽ ഇയർ എന്ന് കാണുമ്പോൾ ടൈമായിട്ടോ അല്ലെങ്കിൽ ഇയർ ആയിട്ടോ വിചാരിക്കരുത്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റ് ആണ്. ഇനി കിലോ വാട്ട് ഹവർ, ഇത് നിങ്ങൾ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ യൂണിറ്റ്സ് വിശദീകരിക്കുന്നത് കൊണ്ട് അതിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. കിലോ വാട്ട് ഹവർ ആക്ച്വലി എനർജിയുടെ യൂണിറ്റ് ആണ്. ഇപ്പോൾ വാട്ട് എന്ന് പറയുന്നത് പവറാണ് അല്ലേ. കിലോ വാട്ടും പവർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഹവർ ടൈം വന്നു. അപ്പോൾ പവർ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് വർക്ക് അല്ലെങ്കിൽ എനർജിയാണ്. അപ്പോൾ എനർജിയുടെ അല്ലെങ്കിൽ വർക്കിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുക? കിലോ വാട്ട് ഹവർ. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 33. ഇതേ ഒരു ചോദ്യം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തെടുക്കുക കേട്ടോ. എ ബോയ് റീകോൾസ് ദ റിലേറ്റിവിസ്റ്റിക് മാസ് റോങ്ലി ആസ് m ഈക്വൽ ടു M0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 - v². ചോദ്യം പിടികിട്ടിയോ? അതായത് ഒരു കുട്ടി തെറ്റായ രീതിയിൽ റിലേറ്റിവിസ്റ്റിക് മാസിനുള്ള ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതിലെന്തോ ഒരു മിസ്സിങ് അല്ല. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം നോക്കൂ. യൂസിങ് ഡയമെൻഷണൽ മെത്തേഡ് പുട്ട് ദ മിസ്സിങ് സി അറ്റ് ദ പ്രോപ്പർ പ്ലേസ്. അതായത് ഇതിൽ വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ടേം വരാനുണ്ട്.
അത് എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബി പാർട്ട്, നെയിം ആൻഡ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ സോൾവിങ് ദി എബവ് പ്രോബ്ലം. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ശരിയാക്കാൻ ഏത് പ്രിൻസിപ്പിളാണോ ഉപയോഗിച്ചത് ആ പ്രിൻസിപ്പിളിൻ്റെ പേര് പറയണം, സ്റ്റേറ്റ്മെൻറ്റും പറയണം. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ വിട്ടുപോകരുത്. നെയിം ആൻഡ് സ്റ്റേറ്റ് എന്നുണ്ട്. അപ്പോൾ ചോദ്യം മുഴുവൻ വായിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ. ക്ലിയർ? ഇതിൻ്റെ ആൻസർ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞത് തന്നെയാണ് അല്ലേ? എവിടെയാണ് നമുക്ക് സി സ്ക്വയർ എന്ന് പറയുന്ന ടേം എഴുതുക? അതെ, 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ എന്നാണ് വരിക അല്ലേ? അപ്പോൾ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? ദ കറക്റ്റ് ഇക്വേഷൻ ഈസ് എം ഈക്വൽ ടു m0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഇത് നമ്മൾ മുമ്പ് എഴുതിയിരുന്ന ഇക്വേഷൻ തന്നെയാണ്. ഇനി അതിൻ്റെ ബി പാർട്ട് എല്ലാവർക്കും അറിയാം അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഫ് എൻ ഇക്വേഷൻ ഈസ് കറക്റ്റ്, ഓൾ ദ ടേംസ് ഷുഡ് ഹാവ് ദ സെയിം ഡയമെൻഷൻ. ക്ലിയർ? 34th question. Pick out the fundamental unit from the following. Second, meter per second, Newton, Joule. മാഷിത് പഴയ ചോദ്യപേപ്പറുകളാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചില ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് 7 ഫണ്ടമെൻ്റൽ യൂണിറ്റുകൾ അറിയാമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിൽ ഏതാണ്? സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, ന്യൂട്ടൺ, ജൂൾ. ഇതിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഏതാ? സെക്കൻഡ് അല്ലേ? ബാക്കിയെല്ലാം ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. 35th question. Velocity of sound depends on density rho and modulus of elasticity E. The dimensional formula of E is m1 L minus 1 T ratio minus 2. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശബ്ദത്തിൻ്റെ വേഗത, വെലോസിറ്റി ഓഫ് സൗണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി അല്ലേ? ശബ്ദത്തിൻ്റെ വേഗത ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്, പ്രഷറിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. ഇനി എ പാർട്ട് നോക്കൂ. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ബി പാർട്ട്, യൂസിങ് ദി എബവ് പ്രിൻസിപ്പിൾ arrive at an expression for the velocity of sound. Take k equal to 1. Arrive എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ് എന്ന് തന്നെയാണ് അർത്ഥം. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഇതിനുള്ളൊരു ഇക്വേഷൻ, വെലോസിറ്റി ഓഫ് സൗണ്ടിനുള്ള ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്യുക ബൈ ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻ. അതാണ് ആ ചോദ്യം ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഡയമെൻഷണൽ മെത്തേഡിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് നമുക്കറിയാത്ത ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുക? സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷനാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഒരുപാട് തവണയായി നമ്മൾ പറയുന്നു, ഇനി മറന്നു പോകരുത്, അത് എഴുതി വയ്ക്കുക. ക്ലിയർ? ഇനി ബി പാർട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. എപ്പോഴും നമ്മൾ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ആ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഓൾറെഡി നമുക്ക് തരും. ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് സൗണ്ടിനുള്ള ഇക്വേഷനാണ്. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാ? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും തന്നിട്ടുണ്ട്, ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. ക്ലിയർ? ആദ്യം നമ്മൾ എഴുതേണ്ടത് ഏതിനാണ് ഇക്വേഷൻ. ക്ലിയർ? അപ്പോൾ നമുക്കിവിടെ വെലോസിറ്റിക്കാണ്. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു എന്തെല്ലാം കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ? ഇവിടെ 2 ടേമാണ്. ഏതൊക്കെയാണ്? ഇയും റോയും. അപ്പോൾ ക്യാപിറ്റൽ ഇ ആൻഡ് റോ. ഇനി ഒരു ഇക്വേഷനായിട്ട് വരുമ്പോൾ ഇത് സ്ക്വയർ ആണോ, റൂട്ടാണോ, പവർ 3 ആണോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ആർബിട്രറി പവർ കൊടുക്കുന്നു. നമുക്ക് തോന്നിയൊരു പവർ അവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇ റേഷ്യു എ എന്ന് കൊടുക്കാം, റോ റേഷ്യു ബി എന്ന് കൊടുക്കാം. ക്ലിയർ? ഇപ്പോൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി എഴുതി വെച്ചു. ഇനി നമുക്കതിനെ ഇക്വേഷനായിട്ട് എഴുതണം. ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു എന്നാണ് കൊടുക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരണം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു കെ ഇ റേഷ്യു എ റോ റേഷ്യു ബി. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്നങ്ങ് കൊടുക്കുക.
ക്ലിയർ? ഇത് എഴുതി കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ്റെ ഡയമെൻഷൻസ് കാണണം. അപ്പോൾ ഏതൊക്കെ ടേം ഉണ്ടോ അതിലേക്ക് ഡയമെൻഷൻസ് എഴുതുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതുക. അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് 1 ആണെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണ്ട. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എഴുതൂ. അപ്പോൾ m0 L1 t⁻⁻1 ഈക്വൽ ടു അപ്പുറത്തെ മോഡുലേസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയുടെ ഡയമെൻഷൻ m1 L-1 t⁻². അപ്പോൾ അതിനൊരു പവർ അവിടെ കൊടുക്കാനുണ്ട്, എ എന്ന് കൊടുക്കുക കേട്ടോ, പവർ എ. ഇനി അടുത്തത് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം എന്നായിരുന്നു അല്ലേ. അപ്പോൾ m1 L⁻³ അവിടെയും പവർ കൊടുക്കാനുണ്ട്, ബി എന്ന് കൊടുക്കുക. ഇനി അതൊന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതൂ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ m0 L1 t⁻⁻1, റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ആ പവർ കൊടുക്കുക. അപ്പോൾ m⁻a എന്ന് വരും, L⁻⁻a t⁻²a. അടുത്ത ടേമോ m⁻b L⁻⁻3b. ക്ലിയർ ആയോ? ഇനി തൊട്ട് താഴെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ചുരുക്കി എഴുതുക. m0 L1 t⁻⁻1 ഈക്വൽ ടു, നോക്കൂ അവിടെ m 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ m⁻a+b എന്നാണ് എഴുതുക. ഇനി എല്ലിൻ്റെ പവറോ ഒന്ന് -a എന്നാണ്, ഒന്ന് -3b എന്നാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? -a പ്ലസ് -3b അല്ലേ? ആ രീതിയിലാണ് നമ്മൾ എഴുതി വെക്കുക. ക്ലിയർ ആയോ? ടിയുടെ പവർ -2a എന്നാണ് വരിക. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തെയും ഡയമെൻഷൻസിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. രണ്ട് ഭാഗത്തും ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് ഒരു കറക്റ്റായ ഇക്വേഷനാണ് കിട്ടേണ്ടത്. അപ്പോൾ രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ രണ്ട് സൈഡിലെയും ഡയമെൻഷൻസിനെ ഇക്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ a+b, എമ്മിൻ്റെ പവറാണ് a+b. അപ്പുറത്ത് നമുക്ക് എന്താണ്? 0 എന്നാണ്. അപ്പോൾ a+b = 0. അതായത് b എന്ന് പറയുന്നത് -a ആയിരിക്കും. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പവർ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പവർ നേരിട്ട് അങ്ങ് എഴുതാൻ പറ്റും. നമുക്കിവിടെ വളരെ എളുപ്പത്തിൽ എയുടെ വാല്യൂ കിട്ടും. നിങ്ങൾ ആ ടിയുടെ പവർ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കൂ അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടിയുടെ പവർ -1 എന്നാണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ടിയുടെ പവർ -2a എന്നാണ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a = 1/2 എന്നല്ലേ കിട്ടുക. അപ്പോൾ a = 1/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ എന്തായിരിക്കും? -a അല്ലേ. അതായത് -1/2 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ 1ന് എന്ത് ചെയ്യണം? ഈ പവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇക്വേഷൻ 1 becomes v = k e⁻1/2 ρ⁻1/2. ഓക്കെ, ഈ 1/2 നമ്മൾ എങ്ങനെ എഴുതുക? റൂട്ടായിട്ടാണ് എഴുതുക. അത് പോസിറ്റീവ് പവർ ആണെങ്കിൽ മുകളിൽ തന്നെ എഴുതാം, നെഗറ്റീവ് പവർ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ താഴെയാണ് എഴുതുക. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലേ? v = k √e / ρ. ഇനി നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു കെയുടെ വാല്യൂ 1 ആണ്. അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ആ കെയുടെ ടേം അവിടെ തന്നെ അങ്ങ് ഇട്ട് വയ്ക്കുക. ക്ലിയർ? വാല്യൂസ് അറിയാത്തതാണെങ്കിൽ കെ എന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങ് എഴുതുക. ഇവിടെ നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് k = 1. അപ്പോൾ therefore v is equal to √e / ρ. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് സൗണ്ടിനുള്ള ഇക്വേഷൻ. അപ്പം ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 36. The correctness of an equation is checked using the principle of homogeneity. നമുക്ക് എപ്പോഴും അറിയുന്ന കാര്യം തന്നെയാണ്. For an equation x = a plus bt plus ct², where x is in meter and t in seconds, what will be the dimension of a, b and c? Clear? ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം തന്നെയാണ്, ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ അതിലെ എല്ലാ ടേംസിനും ഒരേ ഡയമെൻഷൻ ആയിരിക്കണം. ക്ലിയർ?
നമുക്ക് തന്നിട്ടുള്ള ഈ ഇക്വേഷനിൽ എക്സ് മീറ്ററിലാണ്, ടി സെക്കൻഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ എക്സ് മീറ്ററിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ L/1. ടി സെക്കൻഡിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? ടൈമിൻ്റെ ഡയമെൻഷൻ T/1. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താണ്? ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് തുല്യമായിരിക്കണം. അപ്പോൾ എ എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും. ബി ടി എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷൻ എക്സിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. സി ടി സ്ക്വയർ എന്ന് പറയുന്ന ടേമിൻ്റെ ഡയമെൻഷനും എക്സിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയേ. എ, ബി ആൻഡ് സി ഡയമെൻഷൻസ് ഒന്ന് കണ്ടുപിടിക്കൂ. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്യൂ. ചെയ്ത് നോക്കിയില്ലേ? എയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ L/1. ഓക്കെ, അതായത് ദൂരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ലെങ്ത് ആണ് ഇവിടെ എ എന്ന് പറയുന്ന ടേം. ഇനി ഡയമെൻഷൻ ഓഫ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബി ടി എന്ന് പറയുന്ന ടേം ലെങ്ത്തിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം. അപ്പോൾ L/1 T/-1. ഇനി അതേപോലെ സിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ സി ടി സ്ക്വയർ എന്ന് പറയുന്ന ടേം എടുക്കുക. അപ്പോൾ സി ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ സിയുടെ ഡയമെൻഷൻ എന്തായിരിക്കും? ലെങ്ത് ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. അപ്പോൾ നമ്മൾ എഴുതുക L1 T/-2. ഇനി ഇവിടെ ചിലപ്പോൾ ചോദിക്കാം എയും ബിയും സിയും ആ ക്വാണ്ടിറ്റികൾ ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് ആയിട്ട് പറയാം, ഡിസ്റ്റൻസ് ആയിട്ട് പറയാം, ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് പറയാം. ബി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഡയമെൻഷനാണ്. സി എന്ന് പറയുന്നത് ആക്സിലറേഷൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്വാണ്ടിറ്റികൾ ചോദിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിയുടെ പേരും എഴുതാൻ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 37. A physical quantity is given by H equal to FV square divided by L, where F is the force, V is the velocity and L is the angular momentum. Find the dimension of H. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. H ഈക്വൽ ടു ആ എച്ചിൻ്റെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ചിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേമിൻ്റെ ഡയമെൻഷൻ തന്നെയായിരിക്കും. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഫോഴ്സ് നമുക്കറിയാം, വി വെലോസിറ്റിയുടെ ഡയമെൻഷൻ അറിയാം, ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻസും അറിയാം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ, കണ്ടുപിടിക്കൂ. ചെയ്ത് നോക്കിയില്ലേ? ഇനി ആൻസർ ഒന്ന് നോക്കൂ. എച്ചിൻ്റെ ഡയമെൻഷൻ കാണാൻ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എച്ച് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എഫ് ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് എൽ. ഇനി ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് M/L/T/-2. വെലോസിറ്റിയുടെ ഡയമെൻഷൻ L/T/-1. ഇവിടെ നമുക്കൊരു സ്ക്വയർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ എന്ന് എഴുതണം. ഡിവൈഡഡ് ബൈ ആംഗുലാർ മൊമെൻറ്റം. ഈ ആംഗുലാർ മൊമെൻറ്റം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്? ലീനിയർ മൊമെൻറ്റത്തിനെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ കൂടെ ഒരു ദൂരവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? M/L/T/-1. ഇനി ആ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യൂ. അപ്പോൾ M/L/T/-2 നമ്മൾ ആ വെലോസിറ്റി സ്ക്വയർ ഒന്ന് ബ്രാക്കറ്റ് കളഞ്ഞ് എഴുതണം. അപ്പോൾ L² T/-2 ഡിവൈഡഡ് ബൈ M/L/T/-1. ഇനി എല്ലാം കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ എം ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. ഇനി മുകളിലൊരു L³ വരില്ലേ? നോക്കൂ, L പിന്നൊരു L², താഴെ L². അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ L/1 എന്നായി അല്ലേ. പിന്നെയോ പിന്നെന്താ വരുന്നത്? ഒരു -2 ഉണ്ട്, T/-2 വീണ്ടും വന്നു, പിന്നെ താഴെ ഒരു -1 ഉണ്ട്. അപ്പോൾ ഫൈനലി എന്താ വരിക? എന്താ വരിക? T/-3. മനസ്സിലാവുണ്ടോ? എപ്പോഴും ഈ താഴെ നെഗറ്റീവ് പവർ വരുന്നത് മുകളിലോട്ട് പോയാൽ പോസിറ്റീവ് ആവും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഡയമെൻഷൻ ഓഫ് എച്ച് ഈക്വൽ ടു എന്താ കിട്ടിയത്? M0L1 T/-3. നമുക്ക് ആ ഇക്വേഷൻ പ്രകാരം കിട്ടിയ ഡയമെൻഷനാണ് ഇത്. അത് ഏതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മളോട്.
അപ്പോൾ ആ ഇക്വേഷൻ പ്രകാരം ചെയ്ത് നോക്കുക, എന്താണോ ഡയമെൻഷൻ കിട്ടുന്നത് അത് എഴുതി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 38. The correctness of equations can be checked using the principle of homogeneity. A. State the principle of homogeneity. B. Using this principle, check whether the following equation is dimensionally correct. Half mv square equal to mgh, where m is the mass of the body, v is the velocity, g is acceleration due to gravity, and h is the height. Then പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, വെരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബി പാർട്ട് ഒന്ന് ചെയ്ത് നോക്കൂ. ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. രണ്ട് ടേമിൻ്റെയും ഡയമെൻഷൻസ് ഒന്ന് കണ്ടുപിടിക്കൂ, ചെയ്ത് നോക്ക്. നോക്കിയോ? ഇനി ആൻസർ നോക്കൂ. ഇവിടെ നമ്മൾ ഹാഫ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യട്ടെ, അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പോൾ എം വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ m/1 എന്നാണ് എഴുതുക. ദെൻ വെലോസിറ്റി നേരത്തെ പറഞ്ഞു L1 t⁻⁻1, അതിന് സ്ക്വയർ ഉണ്ട്, മറന്നു പോകരുത്. അപ്പോൾ എം വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടുന്നത് m1 L2 t⁻². ഇനി അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേം എം ജി എച്ചിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കൂ. m1 g എന്ന് പറയുന്ന ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ L1 t⁻². ദെൻ എച്ച് ഹൈറ്റ് ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്, അപ്പോൾ L⁻1. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതൂ. m1 L2 t⁻². അതിനർത്ഥം എന്താ? LHSൻ്റെയും RHSൻ്റെയും ഡയമെൻഷൻ എന്താണ്? ഒരേപോലെയാണ് അല്ലേ. അതായത് ഇക്വേഷൻ കറക്റ്റ് ആണ്. അപ്പം ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. നിങ്ങൾ രണ്ട് ടേംസിൻ്റെയും ഡയമെൻഷൻ കാണുക, രണ്ടും ഈക്വൽ ആണെങ്കിൽ ദ ഇക്വേഷൻ ഈസ് കറക്റ്റ്. ആ രീതിയിൽ എഴുതി വയ്ക്കുക. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 39. Using the principle of homogeneity of equations, check whether the equation is correct. T equal to 2 pi root g by L. T is the time, g acceleration due to gravity, L length. ഈ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം ഈ ഇക്വേഷൻ തെറ്റാണ് അല്ലേ. നിങ്ങൾ സിമ്പിൾ പെൻഡുലത്തിൽ പഠിക്കുന്നുണ്ട്. ടി ഈക്വൽ ടു 2 pi root L by g എന്നാണ് ശരിയായ ഇക്വേഷൻ. ഇവിടെ നമുക്ക് തന്നുള്ള g by L ആണ്. പക്ഷെ അങ്ങനെ തെറ്റാണെന്ന് എഴുതിയിട്ട് കാര്യമില്ല. ഡയമെൻഷൻ പ്രകാരം അത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. നേരത്തെ ഇതേപോലുള്ള ഒരു ഇക്വേഷൻ വന്നപ്പോൾ നമ്മൾ സ്ക്വയർ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ സ്ക്വയർ എടുക്കാതെ റൂട്ട് അതേപോലെ നിർത്തിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം. ടിയുടെ ഡയമെൻഷൻ ടൈമാണ്, അപ്പോൾ t⁻1 എന്ന് വരും. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷൻ എന്ന് പറയുന്നത് റൂട്ട് g by L ആണ് അല്ലേ. അപ്പോൾ മുകളിലെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ L1 t⁻². ഡിവൈഡഡ് ബൈ ലെങ്ത് L⁻1. ആ L അങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഓഫ് t⁻² എന്നല്ലേ വരിക. t⁻²ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ t⁻−1 ആണ് വരിക. എപ്പോഴും നമ്മൾ ഓർക്കുക, ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് പവർ 1/2 എന്ന് എഴുതുന്നതിന് തുല്യമാണ് അല്ലേ. അപ്പോൾ t⁻−1. അതിൻ്റെ അർത്ഥം എന്താ? LHSൻ്റെ ഡയമെൻഷനും RHSൻ്റെ ഡയമെൻഷനും തുല്യമല്ല. Thus the equation is wrong. ഇക്വേഷൻ തെറ്റാണ്. അപ്പം ഈ രീതിയിൽ നമ്മളത് പ്രൂവ് ചെയ്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 40. Check whether the equation mv square equal to mgh is dimensionally consistent. Based on the above equation, justify the following statement. A dimensionally correct equation need not be actually an exact equation. ചോദ്യം മനസ്സിലായോ? അതായത് ആദ്യം പറഞ്ഞത് mv square equal to mgh എന്ന് പറയുന്നത് ഡയമെൻഷനലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് താഴെ പറയുന്ന കാര്യം ഒന്ന് ന്യായീകരിക്കുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ പറയണം. എന്താണ് സ്റ്റേറ്റ്മെന്റ്? എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ need not be actually an exact equation. ഡയമെൻഷൻ പ്രകാരം ശരിയായൊരു ഇക്വേഷൻ എന്താവാം? ഫിസിക്കലി തെറ്റാവാം. അതായത് ആക്ച്വലി അത് യഥാർത്ഥത്തിലുള്ളൊരു ഇക്വേഷൻ ആവണം എന്നില്ല എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പം അതൊന്ന് വെരിഫൈ ചെയ്യണം നമുക്ക്. ആദ്യം ആ ഇക്വേഷൻ ഒന്ന് നോക്കിയേ.
ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ് അല്ലേ, എം വി സ്ക്വയർ ഈക്വൾ ടു എം ജി എച്ച് എന്ന് പറയുന്നത്. അപ്പം അതേപോലെ ഡയമെൻഷൻസ് ഒന്ന് എൽ എച്ച് എസിൻ്റെയും ആർ എച്ച് എസിൻ്റെയും കണ്ടുപിടിക്കുക. എന്നിട്ട് പറയുക ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കൺസിസ്റ്റൻറ്റ്. ഇനി ഇതാണോ ശരിയായ ഇക്വേഷൻ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ എന്തെങ്ങനെയാണ് പറയുക? ഹാഫ് എം വി സ്ക്വയർ എന്നാണ്. അതായത് ഫിസിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് ആണ്. അപ്പം നോക്കൂ, ഹാഫ് എഴുതിയാലും ഇല്ലെങ്കിലും ഡയമെൻഷൻ പ്രകാരം ആ ഇക്വേഷൻ കറക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ യഥാർത്ഥ ഇക്വേഷൻ അങ്ങനെയാണോ? അല്ല. ഹാഫ് എഴുതി കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഇക്വേഷൻ നമുക്ക് ശരിയാവുള്ളൂ. ക്ലിയർ? അപ്പം അതുകൊണ്ട് ആ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എ ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി ഫിസിക്കലി ട്രൂ. അപ്പം ഇതേപോലെ തന്നെയാണ് ടി ഈക്വൽ ടു 2π√L/g എന്ന് എഴുതിയാലും ടി ഈക്വൽ ടു √L/g എന്ന് എഴുതിയാലും ഡയമെൻഷൻ പ്രകാരം ആ ഇക്വേഷൻ എന്താണ്? കറക്റ്റ് ആണ്. പക്ഷേ ഫിസിക്കലി അത് തെറ്റാണ്. അപ്പം ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പേനയും പേപ്പർ എടുത്ത് ചെയ്ത് നോക്കുക. ഇനിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് മാറ്റിവെക്കാം. കാരണം ഒരുപാട് ചോദ്യങ്ങൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ചെയ്ത് പഠിക്കാനുള്ളൊരു സമയം കൂടെ കിട്ടണം. അതുകൊണ്ടാണ് കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോയിലും ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു കണ്ടിന്യൂറ്റി കിട്ടൂ. അപ്പോൾ ആദ്യത്തെ വീഡിയോസ് കാണാത്തവർ താഴെയുള്ള ലിങ്കിൽ പോയി ആദ്യത്തെ വീഡിയോസ് എല്ലാം കാണുക. നിർബന്ധമായിട്ടും ചോദ്യോത്തരവും ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു.